നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇന്ന് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. നമ്മുടെ ചാനലായിരുന്ന ഋതുഷാർ അത് ഇടുക്കിക്കാരി ഇന്ന് മുതൽ സ്പാർക്ക് ഓഫ് ലൈഫ് ഇടുക്കിക്കാരി എന്ന പേരിലായിരിക്കും അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിലാണ്. കരയിലൂടെ സഞ്ചരിച്ചപ്പോൾ ആലപ്പുഴയുടെ ഹൃദയഭാഗമായ കായലിലൂടെ സഞ്ചരിക്കാൻ ഒരു ആഗ്രഹം തോന്നി. എന്നാൽ നമുക്കിന്ന് 50 രൂപയിൽ താഴെ ചിലവിൽ കായൽ ഭംഗി ആസ്വദിച്ചാലോ? ബസ് സർവീസ് പോലെ സാധാരണക്കാർക്ക് യാത്ര ചെയ്യാൻ ഇവിടെ ബോട്ട് സർവീസ് ഉണ്ട്. ഓരോ സ്റ്റോപ്പിലും ബസ് നിർത്തുന്ന പോലെ ഇവിടെ ഓരോ ജെട്ടിയിലും ബോട്ട് നിർത്തും. അതിനിടയിൽ വിദേശികളും സ്വദേശികളും ഒരുപോലെ ഹൗസ് ബോട്ടിൽ കായൽ യാത്ര ആസ്വദിക്കുന്നത് കാണാം. ബോട്ടുകൾ മാത്രമല്ല, തോണികളിലും കാണാം. ഞാൻ ചിന്തിക്കുകയാണ്, ഓരോ സ്ഥലത്തെയും ആറുകൾ, തോടുകൾ, കനാലുകൾ, നദികളിലെല്ലാം ആളുകൾ മാലിന്യം ഒഴുകുന്നു. എന്നാൽ ഇവിടെ അങ്ങനെയൊന്നുമില്ലാതെ അതിൻ്റെ തനതായ രീതിയിലും ഭംഗിയിലും കായൽ വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു. എന്തായാലും കാടുകൾക്കും മലകൾക്കും കുന്നുകൾക്കും ഇടയിൽ ചുറ്റിത്തിരിഞ്ഞ എൻ്റെ മനസ്സിന് ഈ കായൽക്കാറ്റുകൊണ്ടുള്ള യാത്ര നല്ലൊരു അനുഭൂതി തന്നെയായിരുന്നു. കായൽ യാത്ര ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഇങ്ങനെ ജലഗതാഗത വകുപ്പിൻ്റെ സേവനം പ്രയോജനപ്പെടുത്താം. കായലരികിൽ വീട്ടമ്മമാർ സഹിതം മീൻ പിടിക്കുന്നത് കാണുമ്പോൾ ഒരു ഇടുക്കിക്കാരി എന്ന നിലയിൽ എനിക്ക് അത്ഭുതമാണ് തോന്നിയത്. യാത്രയുടെ ഇടയിലുള്ള ബോട്ടിൻ്റെ ഓളം തല്ലൽ സത്യത്തിൽ നെഞ്ചിടിപ്പുണ്ടാക്കി. കേരളത്തിൻ്റെ തനതായ സൗന്ദര്യം കായൽക്കരയിൽ നിൽക്കുന്ന കൽപ്പവൃക്ഷങ്ങളിലും ഓളം തെല്ലുന്ന ജലത്തിലും തഴിയുണർത്തുന്ന കാറ്റിലും കാണാം. വെറുതെയല്ല ആലപ്പുഴയെ കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നത്. തീർച്ചയായും എനിക്കറിയാം ഈ യാത്ര ഒട്ടും പൂർണ്ണതയിൽ എത്തിയിട്ടില്ല എന്ന്. എന്തായാലും ആലപ്പുഴയുടെ ഭംഗി ഒട്ടും ചോരാതെ മറ്റൊരു വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളിൽ എത്തിക്കുന്നതായിരിക്കും. എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള ഈ യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. ടാറ്റാ.